എ ടു സെഡ് ഡ്രൈവിംഗ് സ്കൂൾ അല്ലേ? അതിലേക്ക് വന്ന വഴി എങ്ങനെയാണ്? അതായത് ഇപ്പോൾ എ ടു സെഡ് എന്ന് പറയുന്ന ആ പേരൊക്കെ ഒരു പ്രത്യേകത അതൊക്കെ ഹസ്ബൻഡ് തന്നെ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾക്ക് പ്രദീപ് എന്ന് പേരുണ്ടായിരുന്നു. പ്രദീപ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാർ അവർ പറയും ഞങ്ങളും അവരും ചേട്ടൻ അനിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ലാത്ത കണ്ടീഷനിലായി. അപ്പോൾ ഈ എ ടു സെഡ് പേര് സെലക്ട് ചെയ്ത് ഇത് ആർക്കും കൊടുക്കാൻ പാടില്ലെന്ന് ഉള്ള ആ ലൈസൻസും കൂടി നമ്മൾ എടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്തു അല്ലേ? അതെ, എ മുതൽ ഇസഡ് വരെ. അങ്ങനെ അതായത് ഡ്രൈവിംഗിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ആ പേര് ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ പേര് നമുക്ക് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പോലും ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുപാട് കോമൺ അല്ല, ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് പല ബിസിനസ്സുകൾ നോക്കുന്ന പോലെ അത്ര കണ്ട് കോമൺ അല്ല. അപ്പോ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ മനസ്സിൽ വരുന്നത്? അത് ഹസ്ബൻഡ് തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മക്കളും കൂടി സപ്പോർട്ടായി. ഇപ്പൊ പേരക്കുട്ടി ബിസിനസ് മാർക്കറ്റിംഗ് ആണ്. അയാള് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം ഇമ്പ്രൂവ് ആക്കാവോ അതിനു വേണ്ടി അയാൾ എല്ലാ രാജ്യങ്ങളിലും ഒക്കെ പോയി ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അതായത് അതിന്റെ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം കൊണ്ടുവരികയാണ് അല്ലേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പൊ നമ്മള് തന്നെ ഇപ്പൊ ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പലതരം കോഴ്സുകൾ, 1 വർഷത്തെ കോഴ്സ്, 6 മാസത്തെ കോഴ്സ്, 3 മാസത്തെ കോഴ്സ്, അങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് അങ്ങനെ വെറുതെ ലൈസൻസ് എടുത്ത് പോണ ആ ഒരു കാര്യത്തിലല്ല. അല്ലാത്ത തന്നെതായ ധാരാളം കാര്യങ്ങൾ ഈ ഇപ്പൊ അത് കൊച്ചുമകന്റെയും കൂടി ഈ നോട്ടത്തിലാണ് അത് ഇത്രയും വളർന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലും വിദേശത്തുമായിട്ട് ഒരുപാട് ജോലി സാധ്യതകളും കൂടെ ഉണ്ട്. വിദേശത്തുള്ള ധാരാളം കമ്പനിക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അത് റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കും, നമ്മൾ വണ്ടി കൊടുക്കും. ഇത്ര അധികം വണ്ടികൾ ഒന്നിച്ചുള്ള ഒരു വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. ചിലടത്ത് ഫോർക്ക് ലിഫ്റ്റ് ഉണ്ടാവും, ചിലടത്ത് JCB ഉണ്ടാവും, ചിലടത്ത് ക്രെയിൻ ഉണ്ടാവും, ചിലടത്ത് റഫ് ട്രെയിൻ ക്രെയിൻ ഉണ്ടാവും. പക്ഷെ എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു ഇന്ത്യയിലെ ഏക സ്ഥാപനം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത് എൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തിപ്പെടാൻ വന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിങ് ആയിരുന്നല്ലോ. അപ്പോൾ ഷിപ്പിൽ വരുന്ന സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എല്ലാ സ്ഥലത്തോട്ടും, കൊല്ലത്തോട്ടും അങ്ങോട്ട് എല്ലായിടത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണത് ഐലൻഡിൽ നിന്നായിരുന്നു. അപ്പോൾ ലോറി ഡ്രൈവേഴ്സിനെയാണ് കൂടുതൽ ആവശ്യമുള്ളത്. അന്നൊക്കെ ഈ ലോറി ഡ്രൈവർ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ തീരെ കുറഞ്ഞ ആൾക്കാരാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോണെന്ന് ആ ഒരു അന്നത്തെ ആ ഒരു ചിന്ത. വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പണിക്ക് കാശ് കൂടുതൽ കിട്ടണ പണി എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ്. അന്ന് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനില്ല കേരളത്തിൽ. അത് മംഗലാപുരത്ത് പോയിട്ട് വേണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ. അപ്പം നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുത്ത് മംഗലാപുരത്ത് ആൾക്കാരെ വിട്ട് അത് വളരെ എക്സ്പെൻസീവ്. അവിടെ പോയി പിന്നെ ട്രാൻസ്പോർട്ട് ചെലവും ഉണ്ടല്ലോ. പക്ഷെ ആ ചെലവൊന്നും നമ്മുടെ ആ കാലത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ചെലവുകളായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ തോട്ടാണ് ഇങ്ങനെ നമുക്ക് ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര ജോലി സാധ്യതയുള്ള ജോലിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് നമുക്ക് ഇതിനൊരു സ്കൂൾ അനുവദിച്ചു തരണില്ല? അങ്ങനെ അവർ എല്ലാ തലത്തിലും, അതായത് നമ്മുടെ RT ഓഫീസ് മുതൽ മിനിസ്റ്റർ ലെവലിൽ പോയിട്ടും അതിനൊന്നും സാധ്യതയില്ല. അവർക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല. അങ്ങനെ വക്കീലിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഒരു 2 വർഷത്തോളം കേസ് പറഞ്ഞിട്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂള് എൻ്റെ പേരിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. അന്ന് വനിതകൾക്ക് തൊഴിൽ സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഒക്കെ വരണുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തി. ഒരു ചരിത്ര വനിതയും കൂടെയാണ് അല്ലേ? അതൊരു വലിയ ഭാഗ്യമല്ലേ അല്ലേ? കേരളത്തിൽ തന്നെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ, ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉടമ എന്നുള്ള ഒരു പേര്, അതും പോരാട്ടത്തിലൂടെ, നിയമ പോരാട്ടത്തിലൂടെ സമ്പാദിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് വേറെയുള്ള ആൾക്കാർക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആദ്യത്തെ ഇന്നിപ്പോ ഒരുപാട് പേരുണ്ടോ അത്തരം രംഗത്ത്? ഒരുപാട് ഉണ്ട്. ഹെവി ഡ്രൈവിംഗ് സ്കൂളൊക്കെ ധാരാളം ഉണ്ട്. പക്ഷെ ഈ എക്യുപ്മെന്റ്സ് എല്ലാം ഇപ്പൊ എൻ്റെ ഒരു മോൻ
കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. എല്ലാ അച്ഛൻ തന്നെ തുടങ്ങി വെച്ചതാണ് കൺസ്ട്രക്ഷൻ. അച്ഛൻ തന്നെ തുടങ്ങി വെച്ചതാണ്. അപ്പം ആ കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് നമുക്ക് ധാരാളം വണ്ടികൾ വേണം. ക്രെയിൻ, ഫോർക്ക് ലിഫ്റ്റ്, പിന്നെ റഫ് ടെറൈൻ ക്രെയിൻ, അങ്ങനെ കുറേ തരം ക്രെയിനുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം വണ്ടികളെ പഠിപ്പിക്കാനും. ഇല്ല, നമ്മൾ ഒരു കൂട്ടര് മാത്രം ചിന്തിച്ചാൽ അടുക്കാൻ പറ്റാത്ത അത്ര കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരും. ഇപ്പൊ അമ്മ എന്നുള്ളൊരു വലിയൊരു ബ്രാൻഡാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ തന്നെ ഒരു ബ്രാൻഡ് അംബാസഡർ അമ്മയാണ് അല്ലേ? അതൊരു വലിയ ഭാഗ്യമല്ലേ? കാര്യം അത് തീർച്ചയായിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊക്കെ എൻ്റെ മോളിലോട്ട് ചാർത്തപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഏത് കാലഘട്ടം മുതലാണ് അങ്ങനെ ഒരു ഇത് വന്നു തുടങ്ങിയത്? 2014 ഞാൻ ഈ എല്ലാ വണ്ടികളുടെയും ലൈസൻസ് ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസാഡസ് എടുത്ത് ഞാൻ എനിക്കൊരു വിദ്യാഭ്യാസം ഇല്ലെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ 2023 ഓട്ടോമൊബൈൽ ഡിപ്ലോമ കളമശ്ശേരി പോളിടെക്നിക്കിൽ പോയി 1 വർഷത്തെ കോഴ്സ് പഠിച്ച് ആ ലൈസൻസ് കിട്ടി. ആസാഡസിന്റെ ലൈസൻസ് കിട്ടി. അതൊക്കെ എനിക്ക് 2023 അത് പിന്നെയും പഠിച്ചു. പോയി 1 വർഷത്തെ കോഴ്സ് സൺഡേ ക്ലാസ് ചേർന്ന് പഠിച്ചു. അത് ഞങ്ങളുടെ ലൈസൻസിനും കൂടി അതൊരു ഗുണമാണെന്ന് കേട്ടുകൊണ്ടാണ് അങ്ങനെ അത് പഠിക്കാൻ ഞങ്ങൾ 4-5 പേര് ഒന്നിച്ചു പോയിട്ടാണ്. ഈ ഫാമിലിയിൽ നിന്ന് തന്നെ 5 പേര് ഒന്നിച്ചു പോയിട്ടാണ് അത് പഠിച്ചത്. അപ്പൊ അതൊക്കെ പാസ്സായ ആ ലൈസൻസ് ഒക്കെ കിട്ടിയത് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. 100%. കാര്യം ഇപ്പോഴത്തെ തലമുറയിൽ അത്രയും ഇതല്ലാത്തവർക്ക് പോലും പുതിയൊരു സാധനം പഠിക്കാൻ പോയില്ല. ഇപ്പം മടിയാ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ അമ്മ ഈ ഏജിലും ഇതെല്ലാം പഠിച്ച് പിന്നെയും അല്ലേ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ. അതൊരു വലിയൊരു സന്തോഷമാണ് അങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റുക എന്നുള്ളത്. അമ്മ എപ്പോഴും ഇങ്ങനെ ഒരു ചിരിച്ച മുഖമായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ശരിക്കും എപ്പോഴും ഇങ്ങനെ ചിരി ആൾക്കാരെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. ചിരിപ്പിക്കുന്നത് എൻ്റെ കൊച്ചുമോനാ. ചിരി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഏജിൽ നമ്മൾ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നതിൻ്റെ ഒരു തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല. കുറച്ച് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ബിസിനസിന്റെ കാര്യങ്ങളിൽ അമ്മ ഇൻവോൾവ് ആണോ? പല കാര്യങ്ങളും അവരെന്നെയാണ് ഏൽപ്പിക്കുക. ഇപ്പൊ സ്റ്റാഫൊക്കെ ഉണ്ട്. അവരൊക്കെ വരും. നേരത്തെ ഇവിടെ തന്നെ ആയിരുന്നു കൂടുതൽ സ്റ്റാഫ് ഉള്ളത്. ഇപ്പൊ ഇവിടെ എല്ലാത്തിനും കമ്പ്യൂട്ടർ വേണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുള്ളത്. കുറെ ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ തന്നെ. നമുക്ക് ഒന്നിച്ച് ഒരു സ്ഥലത്ത് അഫോർഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലം കിട്ടൂലല്ലേ. കൊച്ചിയിലൊക്കെ എന്ന് പറയുമ്പോൾ സ്ഥലം ഭയങ്കര വിലയല്ലേ. അപ്പോൾ പല സ്ഥലത്തായിട്ടുണ്ട് ഇതിന്റെ യൂണിറ്റ്. അപ്പൊ എന്നാലും ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും. അപ്പൊ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ വീട്ടിലൊക്കെ വരുമ്പോഴാണെങ്കിലും ഒരുപാട് ഇതിപ്പോ ഓഫീസ് ഇതൊരു ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ അയാൾക്ക് അസിസ്റ്റ് ചെയ്യാൻ ഞാനും കൂടി ഉണ്ടാവും. എനിക്കും കമ്പ്യൂട്ടറിലൊക്കെ എല്ലാം ചെയ്യാനൊക്കെ അറിയാം. അതും ചെയ്യും.